ഇന്ത്യ ചൈന അതുപോലെ സൗഹൃദം അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇന്ത്യ റഷ്യ സഹകരണം നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് നന്നായി അറിയാവുന്നതാണ്. അതിൽ വലിയ അസാധാരണമായി ഒന്നുമില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ നരേന്ദ്രമോദി വിദേശകാര്യ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചൈനയുമായി അടുക്കും എന്ന് ട്രംപ് കരുതിയിരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ റഷ്യ ചൈന സൗഹൃദത്തിന്റെ കാഴ്ചകൾ അത് ലോകം മുഴുവൻ ചർച്ച ചെയ്തു. ഈ മൂന്ന് നേതാക്കളും ഒന്നിച്ചു നിൽക്കുകയും പ്രത്യേക ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ അമേരിക്കയും അലട്ടിയിരുന്നു. ബ്രിക്സിനെതിരെ നിരന്തരം വലിയ പ്രസ്താവനകൾ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരുന്നു. മാത്രമല്ല ബ്രിക്സ് ഡോളറിന് എതിരെ നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ബ്രിക്സ് പിരിച്ചുവിടണം, അത് നിലനിൽക്കാൻ പാടില്ല എന്ന നിലപാടൊക്കെ ഡൊണാൾഡ് ട്രംപ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. അപ്പോൾ ഇന്ത്യ ബ്രിക്സിൽ പുറത്തു നിൽക്കുമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ഉച്ചകോടിയിലും പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മറ്റൊരു രാജ്യവും ചെയ്യാത്ത വിധത്തിൽ അതിവേഗതയിൽ ഇന്ത്യ പുതിയ സഖ്യത്തിന് രൂപം കൊടുത്തു എന്നത് ട്രംപിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ട്രംപ് എന്ത് ചെയ്താലും ഇന്ത്യ അനങ്ങില്ല, ഇന്ത്യ അതെല്ലാം അംഗീകരിക്കുമെന്നാണ് കരുതിയിരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇക്കുറി പങ്കെടുക്കേണ്ട എന്ന് മോദി തീരുമാനിക്കുകയും പകരം ജയശങ്കർ അയക്കുകയായിരുന്നു. ഇതോടുകൂടി മോദിയുടെ നീക്കം കടുത്തതാണ്. ഇങ്ങനെ പോയാൽ കൈവിട്ട് കളിയാവും. അതായത് ഇന്ത്യയുടെ പിടിവാശിക്ക് മുമ്പിൽ, നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ ട്രംപിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നർത്ഥം. ഇന്ത്യ കൈവിട്ടു പോയാൽ നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ട്രംപ് കൃത്യമായി പിറകോട്ട് വലിഞ്ഞിരിക്കുന്നു.